ഹായ്, ഇന്നത്തെ സെഷനിൽ IELTS അക്കാഡമിക്കൽ റൈറ്റിംഗ് ടാസ്ക് 1 എഴുതുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഗ്രാഫുകളെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. യൂഷ്വലി നമുക്കറിയാം പൈ ചാർട്ട്, അതുപോലെ തന്നെ ബാർ ചാർട്ട്, ലൈൻ ഗ്രാഫ്, ടേബിൾ, മാപ്പ്, അതുപോലെ തന്നെ ഡയഗ്രാം തുടങ്ങിയതാണ് നമുക്ക് വരാറുള്ള ക്വസ്റ്റ്യൻസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൈ ചാർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും എങ്ങനെ റൈറ്റ് ചെയ്യാമെന്നുള്ളതും എങ്ങനെ നമുക്ക് ഹൈ സ്കോർ പൈ ചാർട്ടിൽ നേടാൻ പറ്റും എന്നുള്ളതാണ് ഈ സെഷനിലൂടെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എങ്ങനെ ഒരു പൈ ചാർട്ട് എഴുതുമ്പോൾ 4 പാരഗ്രാഫിലാണ് അത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ജസ്റ്റ് ക്രിയേറ്റ് ദ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, സെക്കൻഡ് വൺ ഓവർവ്യൂ പാരഗ്രാഫ്, ആൻഡ് തേർഡ് body paragraph 1, and the fourth paragraph is called body paragraph 2. First paragraph, introduction paragraph, we have to paraphrase the question statement. Question statement നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സിനാനിംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ആൾട്ടർനേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട്, റെപ്പിറ്റേഷൻ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട്, ഉപയോഗിച്ച വേർഡുകൾ ഉപയോഗിക്കാതെ ഒരു ഇൻട്രൊഡക്ഷൻ അത് പാരഫ്രൈസ് ചെയ്യാം. അതേപോലെ തന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ആ പൈ ചാർട്ട് ആണെങ്കിൽ പൈ ചാർട്ട്, ഏത് ചാർട്ട് ആണെങ്കിലും അതിൽ നൽകിയിരിക്കുന്ന കപ്പിൾ ഓഫ് പോയിന്റ്സ്, ഒരു റെലവെന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കപ്പിൾ ഓഫ് പോയിന്റ്സ്, ഫോർ എക്സാമ്പിൾ ഹയസ്റ്റ് ഫിഗറോ അല്ലെങ്കിൽ ലോവസ്റ്റ് ഫിഗറോ, അതിൽ കാണിച്ചിരിക്കുന്ന ട്രെൻഡോ കോമൺ ട്രെൻഡോ എന്താണോ അത് നമുക്ക് 1-2 പോയിന്റുകൾ വി ഹാവ് ടു ജസ്റ്റ് ഇൻപുട്ട് ഇൻ ദി സെക്കൻഡ് പാരഗ്രാഫ്. That paragraph should be started using overall. And the third and fourth paragraph can be used to input the numerical data and information. So ഇന്നത്തെ സെഷനിൽ ഞാനൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യനും അതിന്റെ സാമ്പിൾ ആൻസേഴ്സും എങ്ങനെ നമുക്കതിൽ ഹൈ സ്കോർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ദ ചാർട്ട്സ് ബിലോ ഷോ ദ ആവറേജ് പെർസെൻറ്റേജ് ഇൻ ടിപ്പിക്കൽ മീൽസ് ഓഫ് 3 types of nutrients, all of which may be unhealthy if eaten too much. ഈ പറയുന്ന സെന്റൻസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ what we want to do using this graph, അതാണ് നെക്സ്റ്റ് സെന്റൻസ് ക്വസ്റ്റ്യൻ. Summarize the information by selecting and reporting the main features and make comparisons where relevant. This write-up or summary should be written by using 150 words. Minimum 150 words എഴുതണം. കൂടിക്കഴിഞ്ഞാൽ ഡസന്റ് മാറ്റർ, ബട്ട് കൂടുതലായിട്ട് ഒരു 160-170 നിർത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഈ പൈ ചാർട്ടിൽ കാണിക്കുന്നത് പോലെ ആവറേജ് പെർസെൻറ്റേജ് ഓഫ് സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആൻഡ് ആഡഡ് ഷുഗർസ് ഇൻ ടിപ്പിക്കൽ മീൽസ് കൺസ്യൂംഡ് ഇൻ ദി USA. യിൽ നടന്ന ഒരു സർവേയിൽ ഹ്യൂമൻ ബോഡിയിലേക്ക് വരുന്ന ആവറേജ് പെർസെൻറ്റേജ് ഓഫ് സോഡിയം, അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, അതുപോലെ തന്നെ ഷുഗേഴ്സ്, ആഡഡ് ഷുഗേഴ്സ്, ഇതിന്റെ ഒരു കൺസംഷൻ പ്രപ്പോർഷൻ ആണ് നമുക്ക് ഈ ചാർട്ടിലൂടെ കാണുന്നത്. ഫസ്റ്റ് ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ സോഡിയം, സെക്കൻഡ് വൺ സാച്ചുറേറ്റഡ് ഫാറ്റ്, ആൻഡ് തേർഡ് വൺ ആഡഡ് ഷുഗർ. നമുക്കറിയാം ഇതിന്റെ കളർ കോഡ് നമുക്ക് മിഡിലായിട്ട് കാണാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച് ആൻഡ് സ്നാക്സ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കളർ, അതുപോലെ തന്നെ ഡിന്നറിന്റെ കളർ ഒക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഈ മനസ്സിലാവുന്ന ഫിഗറിൽ നിന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 1-2 മെയിൻ പോയിന്റ് ആയിരിക്കണം സെക്കൻഡ് പാരഗ്രാഫിൽ ഉപയോഗിക്കേണ്ടത്. ഓവറോൾ എന്നുള്ളത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഓവറോൾ എന്നുള്ള ഒരു വേർഡ് കൊണ്ടായിരിക്കണം നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പം ഈ ഒരു ചാർട്ട് നോക്കുന്ന സമയത്ത് സോഡിയം മെയിൻലി ഹ്യൂമൻ ബോഡിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡിന്നർ കഴിക്കുമ്പോഴാണ്. 43% ഓഫ് സോഡിയം മനുഷ്യ ശരീരത്തിലേക്ക് വരുന്നത്, സർവേ പ്രകാരം വരുന്നത് 43% ഓഫ് സോഡിയം വരുന്നത് ഡിന്നർ കഴിക്കുമ്പോഴാണ്. അതേപോലെ തന്നെയാണ് സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ കാര്യത്തിലും 37% ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റും ബോഡിയിലേക്ക് വരുന്നത് ഡിന്നർ കഴിക്കുമ്പോഴാണ്. പക്ഷേ ആഡഡ് ഷുഗറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആഡഡ് ഷുഗർ സ്നാക്സ് കഴിക്കുമ്പോഴാണ് 42% ആഡഡ് ഷുഗർ ബോഡിയിലേക്ക് വരുന്നത്. ഈ ഒരു 3 ഡിഫറെന്റ് ഡാറ്റ നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ലീസ്റ്റ് ന്യൂട്രിയൻസ് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് സോഡിയം, സാച്ചുറേറ്റഡ് ഫാറ്റും അതുപോലെ തന്നെ ആഡഡ് ഷുഗറും നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഭാഗം 2 പോയിന്റ് നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിൽ ഓവറോൾ എന്ന് വെച്ചുകൊണ്ട് എഴുതാൻ പറ്റും. ബോഡി 1 ആൻഡ് ബോഡി 2 നമുക്ക് ഇതിലിരിക്കുന്ന ന്യൂമറിക്കൽ ഡാറ്റ. അപ്പോൾ ഉദാഹരണത്തിന് സോഡിയം 43% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഡിന്നർ കഴിക്കുമ്പോൾ, 29% ലഞ്ച് കഴിക്കുമ്പോൾ വരുന്നു. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ സ്നാക്സും കഴിക്കുന്ന സമയത്ത് 14%. ഇതൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് ഈ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം എഴുതാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ എഴുതാൻ വേണ്ടിയിട്ടാണ് ബോഡി 1 ആൻഡ് ബോഡി 2 നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഓരോ പാരഗ്രാഫും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ പാരഫ്രൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹൗ വി ക്യാൻ പാരഫ്രൈസ് ദ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ്. As you can see in the first paragraph, the pie charts compare the proportion of salt, saturated fat, and added sugar consumed during 4 different meals: breakfast, lunch, dinner, and snacks. അവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷനും ആ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷനും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷനും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് we created a nice paragraph. Once we create the paraphrase, we may not be
ക്രിയേറ്റ് ആഡ് എനി അഡീഷണൽ ഇൻഫർമേഷൻ. ഇപ്പം നമ്മൾ അതിൽ തരാത്തൊരു ഇൻഫർമേഷൻ ആഡ് ചെയ്യാനോ അതിൽ നിന്ന് തന്ന ഇൻഫർമേഷൻ നമ്മൾ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനോ ചെയ്യാതെ നമ്മൾ തന്നിരിക്കുന്ന ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഫസ്റ്റ് പാരഗ്രാഫിൽ പാരഫ്രൈസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങുമ്പോൾ ഓവറോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ ഡിന്നർ വാസ് ദ മെയിൻ കോൺട്രിബ്യൂട്ടർ. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഡിന്നറിലും അതുപോലെ തന്നെ ഡിന്നർ ആയിരുന്നു നമ്മുടെ സോൾട്ടിലും അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റിലും മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് സെന്റൻസിൽ പറയുന്നത്. ഡിന്നർ വാസ് ദ മെയിൻ കോൺട്രിബ്യൂട്ടർ ടു സോൾട്ട് ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഇൻടേക്ക് വേർ ആസ് സ്നാക്സ് അക്കൗണ്ടഡ് ഫോർ ബൈ far the highest proportion of added sugar. In contrast, breakfast consistently represented the smallest share across the three nutrients. നേരത്തെ നമ്മൾ ഒബ്സർവ് ചെയ്ത ആ 2 പോയിന്റുകൾ ഓവർവ്യൂ എന്നുള്ള പാരഗ്രാഫിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോഡി പാരഗ്രാഫ് 1ലും ബോഡി പാരഗ്രാഫ് 2ലും തന്നിരിക്കുന്ന റെലവെന്റ് ആയിട്ടുള്ള ഡാറ്റ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എങ്ങനെ നമുക്ക് ഇതിൽ we won't create any sort of additional information, our opinion, our suggestion. ഇപ്പം നമുക്ക് സ്നാക്സ് ഉപയോഗിക്കുന്ന ഡ്യൂറിങ് ഡിന്നർ സമയത്ത് നമുക്ക് സ്നാക്സിന്റെ ഉപയോഗം കുറയ്ക്കാം അല്ലെങ്കിൽ സോൾട്ടിന്റെ ഉപയോഗം കുറയ്ക്കാം, അതുകൊണ്ട് ഇന്നതായിരിക്കും എന്നുള്ള നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനോ സജഷനോ ഒന്നും we won't add in this report. നമ്മൾ അതിൽ തന്നിരിക്കുന്ന ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് അതിന്റെ ഒരു റിട്ടൺ വേർഷൻ ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെ സ്കോർ കൂട്ടാൻ പറ്റും, സ്കോർ ഉയർത്താൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ടാസ്ക് അച്ചീവ്മെന്റ്. ഈ തന്നിരിക്കുന്ന ടാസ്ക് എത്രത്തോളം നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും 1/4 25% ഓഫ് സ്കോർ നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് വൺ നമുക്ക് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഫസ്റ്റ് ടാസ്ക് അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പാരഫ്രൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന്റെ ഓർഗനൈസ് ചെയ്യുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ഓവർവ്യൂ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന എലമെന്റ്സുകൾ, തേർഡും ഫോർത്തും ബോഡി പാരഗ്രാഫിൽ ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം ഡാറ്റ റെലവെന്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ മിസ് ചെയ്യാതെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇതിന്റെ മാറ്റർ ആണ് ടാസ്ക് അച്ചീവ്മെന്റ് എന്ന് പറയുന്ന എലമെന്റിൽ. സെക്കൻഡ് വൺ കൊഹറൻസ് ആൻഡ് കൊഹീഷൻസ് ആൻഡ് കൊഹറൻസ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എത്രത്തോളം ക്ലിയർ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓവറോൾ, വേർഡേഴ്സ്, ബൈ കോൺട്രാസ്റ്റ്, വൈൽ തുടങ്ങിയ വളരെയധികം കണക്റ്റിംഗ് വേർഡ്സുകൾ, ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ആയിട്ടുള്ള കണക്റ്റിംഗ് വേർഡ്സുകൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നതിനനുസരിച്ചിരിക്കും ആ 1/4 അതിൽ നിന്ന് വരുന്ന കോൺട്രിബ്യൂഷൻ മാർക്കിലേക്ക് വെയിറ്റേജിലേക്ക്. നെക്സ്റ്റ് വരുന്നത് ലെക്സിക്കൽ റിസോഴ്സ്. ലെക്സിക്കൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്പിറ്റേഷൻ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സിനാനിംസ് ഉപയോഗിച്ചുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ പാരഗ്രാഫിൽ കാണുന്നത് പോലെ അക്കൗണ്ടഡ് ഫോർ, ഡോമിനന്റ് സോഴ്സ്, ബ്രോഡ്ലി സിമിലർ പാറ്റേൺസ്, ഡിഫേർഡ് മാർക്കറ്റ്ലി തുടങ്ങിയ വേർഡുകളൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡുകൾ ഉപയോഗിക്കുമ്പോൾ ലെക്സിക്കൽ റിസോഴ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫൈനൽ പോയിന്റ് ആണ്, 4ാമത്തെ പോയിന്റ് ആണ് ഹൈ സ്കോർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്ത എലമെന്റ് ആണ് ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് അക്യുറസി. ഗ്രാമാറ്റിക്കൽ റേഞ്ച് നമ്മൾ സിമ്പിൾ സെന്റൻസ് ഉപയോഗിക്കുന്നതിന് പകരം കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട് സെന്റൻസുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അക്യുറസി ഗ്രാമാറ്റിക്കൽ എറേഴ്സ് മാക്സിമം റിഡ്യൂസ് ചെയ്തുകൊണ്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി ക്രിയേറ്റ് ഹൈ സ്കോർ റൈറ്റിംഗ് പൈ ചാർട്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള പൈ ചാർട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് റൈറ്റിംഗ് ടാസ്കിലേക്ക് ഇതിന്റെ കോൺട്രിബ്യൂഷൻ പോകും. നമുക്കറിയാം ഇങ്ങനെ എഴുതുന്ന സമയത്ത്, ആസ് ഐ ടോൾഡ് യു, വി നെവർ യൂസ് എനി പാരഗ്രാഫ് ഫോർ എക്സ്പ്രസിംഗ് അവർ അസംഷൻ ആസ് വെൽ ആസ് ഒപ്പീനിയൻ. അതുപോലെ തന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ ഓവർവ്യൂ എന്നുള്ളത് സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതണം എന്നുള്ളത് നിർബന്ധമില്ല, മാൻഡേറ്ററി ഇല്ല. വി ക്യാൻ യൂസ് സെക്കൻഡ് പാരഗ്രാഫ് ഓർ എൽസ് എൻഡ് ഓഫ് ദ റൈറ്റർ. അപ്പോൾ അവസാനത്തെ പാരഗ്രാഫിൽ വേണമെങ്കിൽ നമുക്ക് ഓവറോൾ എന്നുള്ള സെന്റൻസ് വേർഡ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതാൻ പറ്റും. Okay, I hope you easily understand these things and wish you all the best. Have a nice day.